ആയാലും ഹജ്ജായാലും കുറുകൽ ഹലാലാക്കി അജ്ഫാനാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അവന്റെ കുറുകലെ ഓനെ നേരെ വണ്ടിയിൽ പെറുക്കിയെടുത്ത് കണ്ട് ഓനായിട്ട് ഞങ്ങൾ പോയത് ഡീക്കാത്തലോണക്കാണ്. നമ്മളെ നാട്ടിൽ ക്രിക്കറ്റ് എടുക്കല്ലേ, അപ്പൊ അതിന്റെ ഒരു ബാറ്റ് മേടിച്ചണല്ലോ എന്ന് പറഞ്ഞിട്ട് ഡീക്കാത്തലോണക്ക് പോയി. ബാറ്റ് നോക്കാനായിട്ട് പോയത്, ബാറ്റ് എടുക്കാൻ പോയില്ല. പെരുഞ്ചാതി റേറ്റ് ആണ്, അതുകൊണ്ട് ബാറ്റ് എടുത്തില്ല. പക്ഷെ നമ്മളെ കൂട്ടുകാർ കൂളിംഗ് ഗ്ലാസ് എടുത്തു. കൂളിംഗ് ഗ്ലാസ് എടുത്തതിന് ശേഷം പിന്നെ അളിയ അതിന്റെ പേരിലാണ് അതിനൊരു 1000 ഉറുപ്പ്യ ഉണ്ട് കേട്ടോ. അതിന്റെ പവറാണ് കാട്ടണത്. ഒന്നും ചെയ്യാതെയിരിക്കൂ. മണ്ണിൽ എന്റെ കണ്ണുമെന്ന് കൂളിംഗ് ഗ്ലാസ് എന്നുള്ള ഒറ്റ മുദ്രാവാക്യത്തിലാണ് ഓണിപ്പ് നിൽക്കുന്നത്. എന്തായാലും മണ്ണില്ല, അതിന്റെ പവറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അന്തരോണിക്ക് വണ്ടി നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പെണ്ണ് സെറ്റ് ആയതിനു ശേഷം എന്റെ വണ്ടി ഓടിച്ച ഹാൻഡിലൊക്കെ തിരിച്ചു നോക്കി ഒരു വിരലമ്മലാണ്. അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് കാണുന്നത്. പിന്നെ നമ്മൾ കോട്ടക്കലാട്ട പോയത്, അവിടെ നല്ല നല്ല കിടക്കാച്ച് വണ്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങളെ ബർത്ത്ഡേ നിന്ന് എന്തായാലും മണ്ണിൽ ഓൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ നമ്മളും തീരുമാനിച്ചു. പറഞ്ഞാൽ കൃത്യം തറാവി തുടങ്ങുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഇവിടെ എത്തിച്ചേരാ. ഇന്ന് പിരാന്ത സർവത്തിന് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കും. മുറിയാണ് കഴിഞ്ഞേക്ക് നേരെ തറാവിക്ക് ഇറങ്ങി. പെരീന്ന് തറാവിക്കുന്ന പറിച്ചില്ലേ, പക്ഷെ ഇറങ്ങണ വേറെ ഒടുക്കയിലേക്കാരാം. എന്തായാലും വേണ്ടില്ല, നമ്മൾ ചക്കന്മാരൊക്കെ പാടെ കൂട്ടിക്കാണ്ട് നമ്മളിന്ന് പോണത് പൂക്കോട്ടൂർ സർബത്ത് കേട്ടോ. പൂക്കോട്ടൂർ സർബത്ത് നമ്മളെ നാട്ടിൽ തന്നെ പടപ്പുറമ്പിൽ തന്നെയാണ്. ആ പെരുന്നമണ്ണ റോട്ടിനാണ് പോകുമ്പോൾ കാണാം. മൂപ്പര് പച്ചമാങ്ങ എന്ന് പറഞ്ഞു, ഒരു 6-7 പച്ചമാങ്ങ. ചക്കന്മാർക്ക് എല്ലാവർക്കും പച്ചമാങ്ങ. അതെന്തോ അത്ഭുത സാധനമാണെന്ന് വിചാരിച്ചിട്ട് ചക്കന്മാരെല്ലാവരും തന്നെ. എന്തായാലും വേണ്ടില്ല, മൂപ്പരെ കുൽക്കലും കാട്ടിലും കണ്ടാൽ തോന്നുന്നു എന്തോ വലിയ സെറ്റ് ഉണ്ടെന്ന്. പക്ഷേ 7 ഉറുപ്പ്യാണ് കൊടുക്കണം ഈ മുതലിന്. ഈ പള്ളിയിൽ കണ്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 7 ഉറുപ്പ്യ കൊടുക്കണം. വലിയ നേക്കൊന്നുമില്ല. എന്തായാലും പോയി ട്രൈ ചെയ്ത് നോക്കി.